ഇത്ര അപകടകരമാണ് അതിന്റെ ഓരോ വരികൾ നിങ്ങൾ. ആ ഒറ്റ വരിയിൽ എന്തൊക്കെയുണ്ട്? എല്ലാ ദുനിയാവിലെ എല്ലാ നന്മകളും എല്ലാ ദോഷങ്ങളും ഒക്കെ വരുന്നത് റസൂലെ നിങ്ങളിൽ നിന്നാണ്. എല്ലാ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നബി അങ്ങയിൽ നിന്നാണ് വരുന്നത്. എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒന്നുകിൽ മഹാന്മാരായ ഇമാമുമാരുടെ കിതാബുകൾ, അവരുടെ വാക്കുകളൊക്കെ മനസ്സിലാക്കാനുള്ള വൈജ്ഞാനികമായ ഒരു കഴിവുണ്ടാകണം, അല്ലേ? ഫമാ ബിക്കും നിഅമത്തിൻ എന്ന് പറഞ്ഞിട്ട് ആയത്തോതാണ്. മിൻ നിഅമത്തിൻ, നിഅമത്ത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെയല്ലേ? റസൂലുള്ളാഹിൽ നിന്നാണെന്ന് പറഞ്ഞാൽ വേറെയല്ലേ? നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ സ്കൊളോക്കിയലായ വർത്തമാനത്തിൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ എല്ലാവരും ആദരിക്കുന്ന നല്ല കഴിവുള്ളൊരു നേതാവുണ്ടെങ്കിൽ ഈ നാട് മൊത്തം മൂപ്പര് അണ്ടറിലാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം അള്ള ഭരിക്കുന്നത് പോലെ മൂപ്പര നാട് ഭരിക്കുന്നുണ്ട് എന്നാണോ? മൂപ്പര് ചില്ലറക്കാരനല്ല, മൂപ്പരെല്ലാം കാണുന്ന ആളാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം സാധാരണ എല്ലാവരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അള്ള കാണുന്ന മാതിരി എല്ലാം കാണുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓരോന്നിനോരോ ഭാഷാപരമായ വൈജാത്യങ്ങൾ, വ്യത്യാസങ്ങൾ, പ്രയോഗങ്ങൾ ഇതൊക്കെ തിരിയണ്ടേ? അള്ളാഹുവിൽ നിന്ന് നിയമത്ത് കിട്ടുക എന്ന് പറഞ്ഞാലും റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, വ്യത്യസ്തമായ അർത്ഥമല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ അത്? എന്നിട്ട് അദ്ദേഹം പറയാണ് ഫഇന്ന മിൻ ജൂദിക, എന്താണ് ബൈത്ത്? ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബിയെ, ഈ ദുനിയാവും ആഖിറവും ഒക്കെ അങ്ങയുടെ ഔദാര്യമാണ്. അതെന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമി ലോകം സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലെങ്കിൽ നന്മയും തിന്മയും ഈ പ്രപഞ്ചത്തിന്റെ കാരണം തന്നെ. അപ്പം നിങ്ങൾ അതിന് തെളിവ് ചോദിക്കും. തെളിവ് ഞാൻ ആയത്തു ഹദീസൊക്കെ ഓതുന്നതിന് പകരം നിങ്ങൾ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് ആഘോഷിച്ചത് മക്തി തങ്ങളെ മാനദണ്ഡമാക്കിയിട്ടാണ്, അല്ലെ? മക്തി തങ്ങളുടെ ജനനമോ മരണമോ, മക്തി തങ്ങൾ മരണപ്പെട്ടിട്ട് അല്ലെങ്കിൽ മക്തി തങ്ങൾ ജനിച്ചിട്ട് 100 കൊല്ലമായപ്പോൾ, മക്തി തങ്ങൾ മരണപ്പെട്ടിട്ട് 100 കൊല്ലമായപ്പോൾ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് ആഘോഷിച്ചു. മക്തി തങ്ങളും നിങ്ങളും ബന്ധമുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. നിങ്ങൾ ആഘോഷിച്ചല്ലോ, നിങ്ങൾക്ക് ഞാൻ നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ആ മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളിൽ മക്തി തങ്ങൾ തന്നെ പറയുന്നത് കാണാം, സർവാദരങ്ങൾക്കും ആധാരമായവനെ, നിന്റെ സമ്പൂർണ്ണ സഹായത്തെയും, ഈ പറയുന്നത് ശ്രദ്ധിക്കുക, ജഗത് കാരണവും രക്ഷക്ക് ഹേതുവുമായ മുഹമ്മദ് നബിയുടെ തിരുപാദാശ്രയത്തെയും ആധാരമാക്കി ധൈര്യപ്പെടുന്നതായ ഈ ശ്രമത്തിൽ കടാക്ഷിക്കണമേ. 2 കാര്യമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപാദം മുന്നിൽ നിർത്തി അള്ളാഹുവിനോട് തവസ്സുലാക്കുകയാണ്. രണ്ടാമത്തത് ജഗത് കാരണമായ മുഹമ്മദ് മുസ്തഫ. അത് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ കാരണഭൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറഞ്ഞത്? നിങ്ങളുടെ നേതാവ് പറഞ്ഞതാണ്. നിങ്ങൾ നിഷേധിക്കുക, ഞാൻ ബാക്കി പറയാം. ഇനി ഇദ്ദേഹം പറഞ്ഞതിന് ഫൈന മിൻ ജൂദിക ദുനിയാ വദറതഹാ, എല്ലാ നിയമത്തുകളും റസൂലുള്ളാഹി തങ്ങളിൽ നിന്നാണ് വരുന്നത്, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനാണ് കിതാബോധനം എന്ന് പറഞ്ഞത്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ റിസാലയിൽ ഇത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറയുന്നത് കാണാം, ഫലം തുംസിബിനാ നിഅമത്തുൻ, ഞങ്ങളിൽ ഒരു നിഅമത്തും ഞങ്ങളെ സ്പർശിച്ചിട്ടില്ല, ലഹറത്ത് വലാ ബത്തനത്ത്, പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരു നിഅമത്തിൻ, ഇല്ലാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുന്യൻ, ദുന്യവിയും ഉഖറവിയുമായ അല്ലെങ്കിൽ ദീനിയും ദുന്യവിയുമായ ഒരു നിഅമത്തും ഞങ്ങളിലേക്ക് വന്നിട്ടില്ല. ഔ അല്ലെങ്കിൽ ദുഫിഅ ബിഹാ അൻഹാ മക്റൂഹുൻ ഫീഹിമാ, ദീനിയും ദുന്യവിയുമായ ഒരു ഷർറും ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റപ്പെട്ടിട്ടില്ല. ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ, അതിന്റെ കാരണം മുഹമ്മദ് മുസ്തഫ